ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഈ ചാനൽ ആദ്യത്തെ ഒരു വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നമുക്ക് ഈ റിവ്യൂവിൽ പറയാൻ പോകുന്നത് ഇപ്പം എന്തായാലും ചെമ്പനീർ പൂവിൻ്റെ ഒരു പുതിയൊരു കഥയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ചെമ്പനീർ പൂവിൽ ആകെ പ്രശ്നങ്ങളാണല്ലോ നിലനിൽക്കുന്നത്. നമ്മുടെ ശരത്തിനെ തല്ലിയ കേസൊക്കെ, കൈയൊഴിച്ച കേസൊക്കെ ആകെ പ്രശ്നമായിട്ട് കത്തി ആളിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ രേവതിയും സച്ചിയും ആകെ എതിർപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മിണ്ടുന്നു പോലും ഇല്ല. ആകെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സച്ചിയെ. ശരത്ത് ചെയ്ത തെറ്റ് എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. അതാണെങ്കിൽ ശരത്തും പറയുന്നില്ല, അതുപോലെ തന്നെ സച്ചിയും പറയുന്നില്ല. രണ്ടുപേരും പറയാത്തതിനാൽ എല്ലാവരും സച്ചിയെ തന്നെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് ഇവർ തമ്മിലുള്ള ഈ രേവതിയും സച്ചിയും തമ്മിലുള്ള പ്രശ്നത്തിലൊക്കെ തന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. ചന്ദ്ര ആ സന്തോഷം ആഘോഷിക്കുകയും ചെയ്യുകയാണ്. ഭാമയോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവർക്കിടയിൽ നല്ല പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ഭാമ എന്തായാലും അവൻ ആദ്യത്തെ പോലെ തന്നെയായി. അവർ തമ്മിൽ നല്ല തല്ലാണ് എന്നൊക്കെ പറഞ്ഞത് നല്ല സന്തോഷത്തിൽ തന്നെയാണ്. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് ചന്ദ്രയെ അതിൻ്റെ പേരിൽ വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെങ്കിൽ സച്ചിയുടെ വീട്ടിലേക്ക്, അതായത് നമ്മുടെ രേവതിയുടെ അനിയൻ്റെ അരികിലേക്കായിട്ട് അച്ഛൻ വരികയാണ് കേട്ടോ. അങ്ങനെ രവീന്ദ്രൻ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ രേവതി ഉണ്ടായിരിക്കും. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇരിക്കെന്ന് പറഞ്ഞിട്ട് ഇരിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ വെള്ളമൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് അവനിങ്ങനെ ഇരിക്കുന്നുണ്ട്. ശരത്ത് ഇങ്ങനെ വേദന സഹിക്കാൻ പറ്റാതെ ഇരിക്കുകയാണ്. അപ്പോൾ ശരത്തിൻ്റെ അമ്മ, അതായത് രേവതിയുടെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, നോക്ക് രവിയേട്ടാ, ഒരു അവസ്ഥ നോക്കി, ഏട്ടൻ്റെ മോൻ ചെയ്ത അവസ്ഥയാണ് ഇതൊക്കെ. എൻ്റെ മോന്, എനിക്ക് അദ്ദേഹം പോയതിന് ശേഷം ഒരു അത്താണിയായ ഒരു നെടുന്തൂണായിട്ട് ഈ വീടിനുണ്ടായിരുന്നതാണ് ഇവൻ്റെ ഇപ്പം എക്സാമൊക്കെ ആയും എക്സാം എഴുതാനൊന്നും ഇപ്പം ഈ കൈ കൊണ്ട് പറ്റില്ല. എന്താ ചെയ്യുക, ഈ സച്ചി കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ കുടുംബത്തിൽ. ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നു, അതൊക്കെ പോയി കിട്ടിയെന്നൊക്കെ പറഞ്ഞങ്ങനെ സച്ചി ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് നമ്മുടെ രേവതിയുടെ അമ്മ. അപ്പോൾ ആ സമയത്ത് രവീന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കറിയില്ല എന്താ അവൻ അങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം. അവൻ അങ്ങനെ ന്യായത്തിൻ്റെ പേരിൽ മാത്രം അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ ചോദിക്കുന്നുണ്ട് രവീന്ദ്രന് ശരത്തിനോടായിട്ട്, എടാ ശരത്തെ, നിങ്ങൾക്കിടയിൽ ഞങ്ങൾ അറിയാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നത്, അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല, ഇതാ പൈസ ചോദിച്ച് ചെന്നതിൻ്റെ പേരിൽ സച്ചിയുടെ കൂട്ടുകാരനോട് പൈസ ചോദിച്ചു തന്നാൽ അത് ഇഷ്ടപ്പെടാതെ ചെയ്തതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അപ്പോഴും ആ സത്യം മറച്ചു വെക്കുകയാണ് കേട്ടോ നമ്മുടെ ശരത്ത് ചെയ്യുന്നത്. എന്തായാലും അപ്പോഴും അവിടെ നിന്ന് ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് സച്ചിയെ നമ്മുടെ രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയത് എൻ്റെ മോളുടെ മഹാഭാഗ്യമാണെന്നൊക്കെയാണ് ഞാൻ കരുതിയത്. ഇപ്പോൾ അതൊക്കെ തകർന്ന് എൻ്റെ മോളുടെ ജീവിതം ആലോചിച്ചിട്ടാണ് എനിക്കിപ്പോൾ ഏറ്റവും വലിയ വിഷമം. ഇവൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രവീന്ദ്രൻ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട്, വേണ്ട അച്ഛാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേണ്ട ഏട്ടാ, അത് വേണ്ട, കുറേ കടങ്ങൾ ഇപ്പം തന്നെ അങ്ങോട്ട് വീട്ടാനുണ്ട്, അതിൻ്റെ പുറകെ ഇതും വേണ്ട. എങ്ങനെ ഇവൻ്റെ കാര്യമില്ല, അത് ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ ചങ്കിൽ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ഇവൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം, ആരും ആശ്രയില്ലെങ്കിലും ജീവിക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ അവിടെ നിന്നും പോകുന്നുണ്ട്. എന്തായാലും വരാൻ പോകുന്ന അടുത്ത് തന്നെ കാണാൻ പോകുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇതുപോലെ ചെമ്പനീർ പൂവിൻ്റെ പുതിയ പുതിയ ഭാഗങ്ങൾ വരാൻ പോകുന്ന ഭാഗങ്ങൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാവരും. അതുപോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെങ്കിൽ മാത്രമേ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.